KCYM തലശ്ശേരി അതിരൂപതയും ഷാലോം ടെലിവിഷനും ഒന്നിച്ച് അവതരിപ്പിക്കുന്ന യുകാറ്റ് പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിനോട് ചോദ്യം ചോദിക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത് തോമാനം ഫൊറോനയിലെ യുവജന സുഹൃത്തുക്കളാണ്. എല്ലാ യുവജന സുഹൃത്തുക്കളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആരാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്? സാൻജോസ് ചോദ്യം ചോദിച്ചോളൂ. അഭിവന്തി പിതാവേ, എൻ്റെ പേര് സാൻജോസ്. ഞാൻ കണ്ണീരിടവയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: ചില അച്ഛന്മാർ കുർബാന ചെല്ലുമ്പോൾ ഒരുപാട് സമയം എടുക്കാറുണ്ടല്ലോ, ലിറ്റർജിയിലെ സമയനിബന്ധന എന്താണ്? സാൻജോസിൻ്റെ ചോദ്യം എല്ലാ അച്ഛന്മാരും ശ്രദ്ധാപൂർവം കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, അല്ലേ? ചിലർ കുർബാന ചെല്ലുമ്പോൾ ഒരുപാട് സമയമെടുക്കും എന്ന് പറയുന്നത് ഒരുപാട് സമയം കുർബാനയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. കുർബാന ചെല്ലുന്നതിന് ഒരു നിയതമായ രൂപമുണ്ട്, അതിലെ പ്രാർത്ഥനകൾ മാത്രമേ ചൊല്ലേണ്ടതുള്ളൂ. അപ്പോൾ സമയം ഒരാൾ ഒരുപാട് അധികം എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ചിലർ ഇച്ചിരി സ്പീഡിൽ ചെല്ലും, ചിലരൽപ്പം സാവധാനത്തിൽ ചൊല്ലും. അതിൻ്റേതായ സമയ വ്യത്യാസങ്ങളുണ്ടാവും. കൂടുതൽ സമയമെടുത്തു എന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ചിലർ കുർബാന തുടങ്ങാൻ വൈകും. 7 മണിയുടെ കുർബാനയാണെങ്കിൽ അത് തുടങ്ങുമ്പോൾ ഒരു 7:10, 7:15 ആവും തുടങ്ങും. നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് സമയത്തെക്കുറിച്ച് അവധാനത വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് 7 മണിയുടെ കുർബാന കൃത്യം 7 മണിക്ക് തുടങ്ങിയിരിക്കും. 7 മണി എന്നുള്ള മണിയടിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ പാട്ട് തുടങ്ങണം. അങ്ങനെ പലപ്പോഴും നമ്മൾ തീരുന്ന സമയത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, തുടങ്ങുന്ന സമയത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അത് അച്ഛന്മാർ മാത്രമല്ല, വിശ്വാസികളുടെയും കാര്യം അത്. 7 മണിയുടെ കുർബാനയ്ക്ക് 6:55 ആകുമ്പം പള്ളിയിൽ എത്തിയവർക്ക് മാത്രമേ ഈ കുർബാന 8:30 തീർന്നില്ലെങ്കിൽ പരാതിപ്പെടാൻ അവകാശമുള്ളൂ, അല്ലേ? നമ്മൾ അരമണിക്കൂർ താമസിച്ചു വന്നു. അപ്പം അച്ഛൻ വിചാരിക്കാതെ ഏതൊക്കെയവന്മാർ വൈകിയല്ലേ വന്നത്, കുറേ നേരം അവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് അച്ഛൻ്റെ പ്രസംഗമൊക്കെ അങ്ങ് നീട്ടി പറയും. സമയത്തെക്കുറിച്ചുള്ള അവബോധം എനിക്ക് തോന്നുന്നു ആരാധനാക്രമത്തിൽ വളരെ സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്നു. ആരാധനാക്രമം സമയം എന്ന പ്രതീകത്തെ വളരെ ശക്തമായി ഉപയോഗിക്കുന്നുണ്ട്. കാരണം നിത്യസത്യങ്ങളെ ഈ കാലഘട്ടത്തിൽ ഈ സമയത്തിൽ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് ഈ ആരാധനാക്രമ സമയത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് സ്ഥലവും കാലവും ആരാധനാക്രമത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്പേസ് ആൻഡ് ടൈം, ഇത് ആരാധനാക്രമത്തിൽ വളരെ സവിശേഷമായ കാര്യമാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയം നീണ്ടുപോയി എന്ന പരാതി കുറയ്ക്കാൻ പരിഹാരമായി ചെയ്യേണ്ട കാര്യം ഒന്ന്, കൃത്യസമയത്ത് തുടങ്ങുക എന്ന്. അങ്ങനെ വരുമ്പോൾ തന്നെ എല്ലാ ഞായറാഴ്ചകളുടെയും കുർബാനയുടെ സമയം ഒരു 10 മുതൽ 12 മിനിറ്റ് വരെയും നമുക്ക് നേരത്തെ അവസാനിപ്പിക്കാൻ പറ്റും. കാരണം എന്താ, സമയത്ത് തുടങ്ങാത്തതുകൊണ്ടാണ്. ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എപ്പോഴാണ് തീർന്നത് എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, എപ്പോഴാണ് തുടങ്ങിയത് എന്നാരും ചിന്തിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം പ്രസംഗം. അതാണ് നിങ്ങൾക്ക് വളരെ ക്രൂരമായി അനുഭവപ്പെടുന്നു, അല്ലേ? പ്രസംഗം. മാർപ്പാപ്പ അതിന് ഈയിടെ ഒരു നിബന്ധന ഉണ്ടാക്കി. എന്താണ്? വൈദികർ ഒരു 8 മിനിറ്റൊക്കെ പ്രസംഗിച്ചാൽ മതിയെന്ന്, അല്ലേ? 8 മിനിറ്റൊക്കെ ആകുമ്പം പ്രസംഗം തുടങ്ങാനേ പറ്റുന്നുള്ളൂ നമ്മുടെ നാട്ടിലെ പല വൈദികർക്കും. അത് നമുക്ക് വിശുദ്ധ കുർബാനയിലെ വചനവ്യാഖ്യാനം അത് 8 മിനിറ്റിനുള്ളിൽ തീർക്കാനുള്ളൊരു വ്യഗ്രത വേണം എന്നല്ല ഉദ്ദേശിക്കുക. മറിച്ച് വചനവ്യാഖ്യാനം വളരെ ഒരുങ്ങി പ്രിപ്പയർഡായിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ 8 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ
ദൈവജനത്തോട് സംവദിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരുക്കമൊന്നും ഇല്ലാതെ വരുമ്പോഴാണ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തള്ളൽ എന്ന് പറയും അല്ലേ, അങ്ങനെ പറയാറില്ലേ നിങ്ങൾ? ഈ തള്ളിമറിക്കുന്ന കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഒരുപാട് സമയമെടുക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഒരുങ്ങിയാണ് പ്രസംഗിക്കുന്നത് എങ്കിൽ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, നമുക്ക് സമയബന്ധിതമായി ഒരു 10 മിനിറ്റിനുള്ളിൽ നല്ല ഒരു ഹോമിലി പറയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ പിതാവ് ഉദ്ദേശിക്കുന്ന അതാണ്. നിങ്ങൾ പ്രസംഗിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല. ഇന്നത്തെ കാലത്ത് മനുഷ്യന് സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ അമൂല്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഓരോ മിനിറ്റും ദൈവജനത്തിൻ്റേത് വിലപ്പെട്ടതാണ് എന്ന വിചാരത്തോടെ നമ്മൾ ആരാധനാക്രമ സമയത്തെ വിനിയോഗിക്കും. സമയം കുറയ്ക്കാനുള്ള, അല്ലെങ്കിൽ സമയം നീണ്ടുപോയി എന്ന പരാതി മാറ്റാനുള്ളത് ഈ ഓർഗനിസ്റ്റുകൾ സാധാരണഗതി നമ്മുടെ കുർബാനയുടെ ഒരു 10 മുതൽ 12 മിനിറ്റ് വരെയും സമയം അനാവശ്യമായി വിനിയോഗിക്കുന്നു. ഈ പാട്ടുകളുടെ ബിറ്റ്സ് ഇങ്ങനെ വായിച്ച് സത്യത്തിൽ അത്രയും വലിയ ഒരു ഓർക്കസ്ട്രേഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. അത് ആരാധനാക്രമ സംഗീതം ശരിയായി ചിട്ടപ്പെടുത്തിയാൽ വിശുദ്ധ കുർബാനയുടെ സമയദൈർഘ്യം എന്നുള്ള പരാതി നമുക്ക് കുറയ്ക്കാവുന്ന മൂന്നാമത്തെ ഒരു വശമാണ്. അത് ഈ സംഗീതജ്ഞരെ, വിശിഷ്യ ഓർഗനിസ്റ്റുകളെ ആ രീതിയിൽ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാലാമതായി സമയം കൊല്ലുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ, ഒറ്റ വാചകത്തിൽ അറിയിപ്പുകൾ പറയുക. അറിയിപ്പുകളെക്കുറിച്ച് പിന്നെ ഓരോന്നിനെക്കുറിച്ചും ഒരു ലഘു പ്രഭാഷണം നടത്തുമ്പോഴാണ് ഈ സമയം ഇങ്ങനെ നീണ്ടുപോകുന്നത്. ചില പള്ളികളിലെ അറിയിപ്പുകൾ തന്നെ അരമണിക്കൂറുണ്ട് എന്നൊക്കെ ആളുകൾ പരാതി എഴുതി അയക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സത്യത്തിൽ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകൾ അല്ലെ ആ കുർബാന ക്രമമല്ല സമയം നീട്ടുന്നത്, മറിച്ച് നമ്മൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന ചില മേഖലകളാണ് വിശുദ്ധ കുർബാനയെ അനാവശ്യമായി ദൈർഘ്യമുള്ളതാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ മതി. അത് നിങ്ങൾ മാത്രം തിരിച്ചറിഞ്ഞാൽ പോരാ, അത് ബഹുമാനപ്പെട്ട വൈദികർ, ഗായക സംഘം ഒക്കെയും തിരിച്ചറിയും. പള്ളിയിലെ സാക്രിസ്റ്റ്യൻ തിരിച്ചറിയും. സമയത്തും കാലത്തും പ്രോഗ്രാം തുടങ്ങുന്നതിനൊക്കെയും നേതൃത്വം വഹിക്കുന്നത് കപ്പ്യാരിമാരാണ്, സാക്രിസ്റ്റ്യൻസാണ്. അവരും ഈ സമയത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം ഉണ്ടാകണം. അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ചില പള്ളികളിൽ ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ സമയം അനാവശ്യമായി നീട്ടുന്നു എന്നുള്ള പരാതി, അത് പരിഹരിച്ചെടുക്കാൻ പറ്റുന്നതാണ്, അത് പരിഹരിച്ചെടുക്കേണ്ടതുമാണ് എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയും. അതുകൊണ്ട് ഈ കുർബാനയുടെ സമയം ഇത്ര മിനിറ്റിനുള്ളിൽ കുർബാന തീർത്തിരിക്കണമെന്നൊന്നും നിയമമൊന്നുമില്ല. മറിച്ച് അത് ഒരു സ്വാഭാവികതയിൽ സംഭവിക്കേണ്ടതാണ്. അസ്വാഭാവികമായി സമയം അപഹരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ബോധപൂർവമുള്ള പിൻവാങ്ങൽ വൈദികരുടെയും അതുപോലെ ശുശ്രൂഷികളുടെയും ഗായക സംഘത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായാൽ കാര്യങ്ങൾ കുറെ കൂടി കൃത്യത വരും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കുർബാനയുടെ സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ സംശയത്തിനൊക്കെ അഭിനന്ദ പിതാവ് വ്യക്തമായ മറുപടി നൽകി. അടുത്തത് ആർക്കാ സംശയമുള്ളത്? ഓക്കെ, ചോദ്യം ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് നേഹ. ഞാൻ പാലാവിൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഒരു വർഷത്തെ ആരാധനക്രമത്തിന് ശേഷം തുടർ വർഷവും അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. ഇതെന്താണ് മാറാത്തത്? ആവർത്തന വിരസത ഉണ്ടാവുകയില്ലേ? നേഹ ചോദിച്ചത് ഇതെന്താ മാറാത്തതെന്നല്ലേ. നേഹയുടെ ബർത്ത്ഡേ എന്നാണ്? ഏപ്രിൽ 29. ഏപ്രിൽ 29 അല്ലേ? കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ 29 അത് ആഘോഷിച്ചു. ഇക്കൊല്ലോ ആഘോഷിച്ചു. അടുത്ത കൊല്ലം ഏത് ദിവസമായിരിക്കും ആഘോഷിക്കുക? ഏപ്രിൽ 29. ഏപ്രിൽ 20. ഇതെല്ലാ കൊല്ലവും ഒരേ ദിവസം ഇത് ആഘോഷിക്കുന്നത് ബോറിംഗ് അല്ലേ നേഹ? അതൊന്ന് മാറ്റിയാലോ? മാറ്റാൻ പറ്റുമോ? അത് ഇല്ല അല്ലേ? അതായത് ഈ ചില കാര്യങ്ങൾ ആവർത്തിച്ച് സംഭവിക്കുന്നു എന്നുള്ളത് അത് ബോറിംഗ് അല്ല.
മറിച്ച് അത് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ സ്നേഹമുള്ള മനുഷ്യരോട്, നിങ്ങളെ പ്രത്യേകിച്ച് പെൺകുട്ടികളായ നിങ്ങൾക്കറിയാം, ചിലർ നിങ്ങളെ പുറകെ നടന്ന് ശല്യം ചെയ്യും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ദേഷ്യവും അവന് രണ്ട് കൊടുക്കണമെന്നും ഒക്കെയുള്ള തോന്നലുണ്ടാവും, ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനത്തെ വികാരമൊന്നും ഉള്ളവരല്ല, നല്ല പിള്ളേരാണ്. അല്ല, നിങ്ങളെ ആരും അങ്ങനെ ശല്യം ചെയ്യുന്നില്ല. അതേസമയം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സ്നേഹമുള്ളൊരു വ്യക്തി നിങ്ങളോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണ്, അല്ലേ? നിങ്ങൾ തലയൊന്നും ആട്ടുണ്ടാവും, വീട്ടുകാരിത് കേട്ടിട്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും, അല്ലേ? മറിച്ച് ഭാര്യ ഭർത്താവിനോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞല്ലേ മനുഷ്യ, പിന്നെ എന്തിനാണ് ഇക്കൊല്ലവും പറയുന്നത്, ബോറിംഗ് അല്ലേ എന്ന് പറയുമോ? ഇല്ല. കാരണം എന്താണ്? ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത അത് വീണ്ടും വീണ്ടും പറഞ്ഞാണ് ആ ഊഷ്മളത അവരനുഭവിക്കുന്നത്. സത്യത്തിൽ ആരാധനാക്രമത്തിൻ്റെ ഈ ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നേഹ ആത്യന്തികമായി ചോദിക്കുന്നത്, അല്ലേ? അതിൻ്റെ അർത്ഥം മനസ്സിലായി കഴിയുമ്പോൾ അത് എളുപ്പത്തിൽ മനസ്സിലാവും. ആരാധനാക്രമം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജനനം മുതൽ മരണം, സ്വർഗാരോഹണം, ഈശോയുടെ ഈ പരസ്യജീവിതത്തിന് ശേഷം ഭൂമിയിൽ തൻ്റെ ദൗത്യം തുടരുന്ന സഭയുടെ ജനനം, സഭയുടെ വളർച്ച, സഭയുടെ രക്ഷാകരമായ ദൗത്യങ്ങൾ, ഈശോയുടെ രണ്ടാം വരവ്, നാം എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന യുഗാന്ത്യത്തിൻ്റെ പ്രത്യാശ, ഇതെല്ലാം ചേർന്നതാണ് സഭയുടെ ആരാധനാക്രമ കലണ്ടർ അഥവാ പഞ്ചാംഗം എന്ന് പറയും. എല്ലാ വർഷവും ജനുവരി മാസത്തിൽ ആരംഭിക്കുന്നത്, അല്ലേ? റോമൻ കലണ്ടർ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, പിന്നെയും വരും എന്നത് ജനുവരി വരും. അതെന്തുകൊണ്ടാണ്? ഈ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ വർഷങ്ങളിൽ ഉള്ള ഈ ആവർത്തനം ആരാധനാക്രമത്തിലും സംഭവിക്കുന്നു. കാരണം നമുക്ക് ധ്യാനിക്കാൻ ഒരേ ഒരു സത്യമേ ഉള്ളൂ. അതേതാണ്? ഈശോ മിശിഹായുടെ മനുഷ്യാവതാര രഹസ്യമെന്ന സത്യം. ആ രഹസ്യത്തിൻ്റെ തുടർച്ചയായി സംഭവിച്ച കുരിശുമരണം, ഉത്ഥാനം, സഭയുടെ ജനനം, സഭയുടെ വളർച്ച, ഈശോയുടെ രണ്ടാം വരവ്, ഇതൊക്കെയാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത്. ഇതിനേക്കാളും വലിയൊരു സത്യം നമുക്ക് ധ്യാനിക്കാനോ ആരാധിക്കാനോ ഇല്ല. അതുകൊണ്ടാണ് നാം വീണ്ടും വീണ്ടും ഈ സത്യത്തെ ധ്യാനിക്കുന്നത്. ഇത് ആവർത്തിക്കുന്നതിലൂടെ ഈ ഒരു സത്യത്തെ, ക്രിസ്തു സംഭവത്തെ ഒരു വർഷം മുഴുവൻ നമ്മൾ ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്കത് പൂർണ്ണമായും മനസ്സിലായോ? ഇല്ല. ക്രിസ്തു സംഭവം എന്ന ദൈവീക രഹസ്യത്തിൻ്റെ ഒരംശം പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മളതിനെ വീണ്ടും ധ്യാനിക്കുകയാണ് അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷം വീണ്ടും ധ്യാനിക്കുകയാണ്. ഇത് കേവലം ഒരു അനുസ്മരണം മാത്രവും അല്ല. അതാണ് അതിൻ്റെ മൂന്നാമത്തെ സത്യം എന്ന് പറയുന്നത്. ഈ ആരാധനാക്രമത്തിൽ നമ്മൾ ക്രിസ്തു സംഭവം ജീവിക്കുകയാണ്. മുൻ എപ്പിസോഡുകളിൽ എപ്പോഴോ ഞാനിതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ആ കാലഘട്ടത്തിൽ, ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർ എത്രയോ ഭാഗ്യമുള്ളവർ, അല്ലേ? അവർ ഈശോയുടെ മുമ്പിലിരുന്ന് ഈശോ പറയുന്നത് കേട്ട്, ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിങ്ങനെ അമ്പരന്ന്, ഈശോ നടന്ന വഴിയിലൂടെ നടന്ന് ഈശോയോടൊപ്പം ജീവിച്ചവർ. ആ ഭാഗ്യം നമുക്കില്ല, ഇല്ലേ? നമ്മൾ ഈശോയെ കാണുന്നില്ല, കേൾക്കുന്നില്ല, ഈശോയുടെ ഒപ്പം നടക്കാനുള്ള സാധ്യത നമുക്കില്ല. പകരം നമ്മൾ ആരാധനാക്രമത്തിലായിരിക്കുമ്പോൾ നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോയോടൊത്ത് നമ്മൾ ജീവിച്ച്, ഈശോയെ ശ്രവിച്ച്, ഈശോയെ കണ്ട്, ഈശോയുടെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് നമ്മൾ ആ ക്രിസ്തു രഹസ്യം ജീവിക്കുക. ഒരു നോവല് പിന്നെയും പിന്നെയും വായിച്ചാൽ ബോറിംഗ് ആയിട്ട് തോന്നും, അല്ലേ? സിനിമ, നല്ല സിനിമയാണെങ്കിലും 2 തവണയൊക്കെ കണ്ടു കഴിഞ്ഞ് 3-ാം തവണ കണ്ടാൽ ബോറിംഗ് ആയിട്ട് തോന്നും, അല്ലേ? അതുപോലെയല്ല ഇത്. അവിടെ നമ്മളത് വെറും കാഴ്ചക്കാരോ കേൾവിക്കാരോ മാത്രം.
അതേസമയം ഇവിടെ ആരാധനാക്രമത്തിൽ നാം ഈ സത്യത്തെ ജീവിക്കുകയാണ്. അതുകൊണ്ട് നേഹ, നമുക്ക് ജീവിക്കാൻ മറ്റൊരു സത്യമില്ല. ഈശോ എന്ന ഈ സത്യം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ സത്യത്തെ എല്ലാ വർഷവും ജീവിക്കുന്നു. നേഹയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. ഇനി അടുത്ത ആരാണ് സംശയം ചോദിക്കുന്നത്? എമിലിൻ്റെ സംശയം പിതാവിനോട് ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് എമിൽ എന്നാണ്. പാലാവേൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കലണ്ടർ അവസാനിക്കുമ്പോഴാണ് ആരാധനാക്രമത്തിൻ്റെ ആരംഭം. ഈ ആരാധനാക്രമ വർഷ കലണ്ടർ നിർദ്ധാരണം ചെയ്യുന്നതിന് എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണത്? യെസ്, നേഹ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു തുടർച്ചയാണ് വാസ്തവത്തിൽ എമിൽ, അല്ലേ? എമിൽ എന്ത് ചെയ്യുന്നു? ഞാൻ ചെമ്മന്തൊട്ടി UP സ്കൂളിലെ അധ്യാപകനാണ്. ചെമ്പന്തൊട്ടി UP സ്കൂൾ അധ്യാപകനാണ്, അല്ലേ? കൊള്ളാം. അപ്പോൾ എമിൽ സാറിൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ആരാധനാക്രമം നമ്മുടെ സാധാ കലണ്ടർ അവസാനിക്കുന്ന നേരത്താണ് ഇത് തുടങ്ങുന്നത്? സാധാ കലണ്ടർ അവസാനിച്ചിട്ട് തൊട്ടടുത്ത് അതും വീണ്ടും തുടങ്ങുവാണ് എന്നുള്ളത് നിങ്ങൾ വിസ്മരിക്കരുത്, അല്ലേ? എമിൽ ചോദിച്ചത് ശരിയാണ്. ഡിസംബറിൽ നമ്മുടെ സാധാ കലണ്ടർ അവസാനിക്കും. പക്ഷേ ഡിസംബർ ആദ്യം ആകുമ്പോഴത്തേക്കും നമ്മുടെ ആരാധനാക്രമ കലണ്ടർ ആരംഭിക്കും. കാരണം എന്താണ്? നമ്മൾ ധ്യാനിക്കുന്നത് ക്രിസ്തു സംഭവത്തെയാണ്. ക്രിസ്തു സംഭവം ഈശോയുടെ ജനനത്തിലാണ് ആരംഭിക്കുക. ആ ജനനം വാസ്തവത്തിൽ ക്രിസ്തുമസാണ്. അത് ഡിസംബർ 25. ആ ക്രിസ്തുമസിനുള്ള ഒരുക്കം, അതാണ് മംഗളവാർത്താകാലം അഥവാ ആഗമനകാലമെന്ന് പാശ്ചാത്യ ആരാധനാക്രമത്തിൽ സൂചിപ്പിക്കുന്നത് ഈ മംഗളവാർത്താകാലം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആരാധനാക്രമം ആരംഭിക്കുന്നു. അത് അപ്പോഴാരംഭിക്കാൻ കാരണം നമ്മുടെ ധ്യാനത്തിൻ്റെ ആദ്യ വിഷയം ഈശോയുടെ ജനനമാണ്. ആ ജനനത്തെ ധ്യാനിക്കാനുള്ള സമയം ഡിസംബർ മാസം. തുടർന്ന് പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിലും എല്ലാ ആരാധനാക്രമത്തിലും ഈശോയുടെ ജനനകാലവും അതിനെ പിറവിക്കാലം അഥവാ നേറ്റിവിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു കാലമാണ് അവിടെ നമ്മൾ ധ്യാനിക്കും. അത് കഴിഞ്ഞ് ഈശോയുടെ മാമോദീസായെ സൂചിപ്പിക്കുന്ന കാലമാണ് ധനഹാകാലം. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ സൂചിപ്പിക്കും. അതും കഴിഞ്ഞ് നമ്മളുടെ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിൽ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കും. നോമ്പ് ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിക്കാൻ, ഈശോയുടെ 40 ദിനരാത്രങ്ങളുടെ ഉപവാസത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈശോയുടെ പീഡാസഹനങ്ങളുടെ ഓർമ്മയിലേക്ക് പ്രവേശിക്കുന്നതാണ് നോമ്പുകാലം. അവിടെ ഈശോയുടെ മരണം ഉൾപ്പെടെ നമ്മൾ ധ്യാനിക്കുന്നു. മരണം, സംസ്കാരം വരെയും അവിടെ ധ്യാനിക്കും. അത് കഴിഞ്ഞ് ഈശോയുടെ ഉത്ഥാനത്തെ, ഉയർപ്പുകാലം കഴിയുമ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അതിനുശേഷം സഭ സ്ഥാപിച്ചു. ഉയർപ്പുകാലം കഴിഞ്ഞ് അതുകൊണ്ടാണ് ശ്ലീഹാകാലം വരും. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളാണ് വരും. ആ കാലം കഴിയുമ്പോഴാണ് സഭയുടെ വളർച്ചയുടെ കാലം. അതാണ് കൈത്താക്കാലം എന്ന് പറഞ്ഞ് നമ്മുടെ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നത്. വീണ്ടും സഭയുടെ വളർച്ച പൂർത്തീകരിക്കുന്നത് മിശിഹായുടെ 2ാം വരവിലാണ്. ഈശോയുടെ 2ാം വരവിനെ അനുസ്മരിക്കുന്നു. വരവിനൊരുക്കമായി വിശുദ്ധ കുരിശ് പ്രത്യക്ഷപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ കുരിശിൻ്റെ ഇരുവശങ്ങളിൽ ഏലിയായും മോശയും അകമ്പടി സേവിക്കും എന്നാണ്. അതുകൊണ്ടാണ് ഏലിയ, സ്ലീവ, മോശാകാലം എന്നൊരു കാലമുണ്ട്. കുർബാന പുസ്തകം വല്ലപ്പോഴൊക്കെ മറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ഈ സ്ലീവ നടുവിലാണ്. അതിന് രണ്ടുപേര് അപ്പുറവും ഇപ്പുറവും നിന്ന് അവർ ഈശോയുടെ 2ാം വരവിലെ അനുഗമിക്കുന്നവരാണ്. അവസാനമാണ് പള്ളിക്കൂദാശാകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളി, അതായത് സഭയെ ഈശോ വിശുദ്ധീകരിച്ച് പരമപിതാവിന് സ്വർഗത്തിൽ
കാഴ്ചവെക്കുന്ന കാലമാണ് ഈ പള്ളി കൂദാശാകാലം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആരാധനാക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി സഭയിൽ സാധാരണഗതിയിൽ ആഗമനകാലവും പിറവിക്കാലവും ഒഴികെ മറ്റെല്ലാ കാലങ്ങളും 7 ഞായറാഴ്ചകൾ വീതമുള്ള കാലങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചില വർഷങ്ങളിലെ ഈസ്റ്ററിൻ്റെ ഡേറ്റ് മാറുന്നതിനനുസരിച്ച് ചിലത് 7 എന്നുള്ളത് 8 ആയി വരും. പക്ഷേ പരമ്പരാഗതമായി എല്ലാ കാലവും 7 ഞായറാഴ്ചകൾ വരത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ലത്തീൻ സഭയുടെ ആരാധനാക്രമം ഈ പറഞ്ഞതുപോലെ ക്രിസ്തുമസ്, ഈസ്റ്റർ, നോമ്പ് തുടങ്ങിയ സവിശേഷമായ കാലങ്ങളെ വേർതിരിച്ചിട്ട് ശേഷിക്കുന്നതെല്ലാം ഓർഡിനറി സൺഡേസ് എന്നാണ്. സാധാരണ ഞായറാഴ്ച വിശേഷാവസരങ്ങളെ അപ്രകാരം ക്രമീകരിച്ച ശേഷം വിശേഷാവസരങ്ങളല്ലാത്ത എല്ലാ കാലവും ഓർഡിനറി സൺഡേസ് ആയിട്ടാണ് അവർ അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഓർഡിനറി സൺഡേസിലെ ഇടദിവസങ്ങളൊക്കെയും വിശുദ്ധരെ അനുസ്മരിക്കുന്ന ഒരു ശൈലിയാണ് പാശ്ചാത്യ ആരാധനാക്രമത്തിലുള്ളത്. ഇതര പൗരസ്ത്യ സഭകൾ, നമ്മുടെ സിറോ മലങ്കര സഭയിൽ ഉൾപ്പെടെ പൗരസ്ത്യ സഭകൾ ഈ ആരാധനാക്രമ വത്സരത്തെ കൃത്യമായും പൗരസ്ത്യ സുറിയാനി സഭയിൽ എന്നതുപോലെ കൃത്യമായും വിശദീകരിച്ച് ക്രിസ്തു സംഭവത്തിൻ്റെ ജനനം മുതൽ മരണം, സഭ തുടങ്ങിയ നിത്യസത്യങ്ങളെ ധ്യാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എമിൽ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായി പിതാവ് മറുപടി നൽകി. ഇനി അടുത്തത് ആരോ ചോദ്യം ചോദിക്കുന്നേ? മെൽവിനാണ്. മെൽവിൻ, പിതാവിനോട് ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് മെൽബിൻ. ഞാൻ കാവുന്തലിടയിൽ നിന്ന് വരുന്നു. പിതാവേ, ഈ ഞായറാഴ്ച ദിവസങ്ങളിലെ വിശുദ്ധ കുർബാന ഇത്രമാത്രം പ്രധാനപ്പെട്ടതാകുന്നതിന് കാരണം എന്താണ്? യെസ്, മെൽവിൻ ചോദിച്ചത് ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാന ഇത്രമാത്രം പ്രധാനപ്പെട്ടതാകുന്ന എന്തുകൊണ്ട്? വിശുദ്ധ കുർബാന എപ്പോഴും പരമപ്രധാനമായ കാര്യമാണ് സഭയെ സംബന്ധിച്ചിടത്തോളം. ഞായറാഴ്ചകളിലെ കുർബാന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ പങ്കെടുക്കണം. കാരണം എന്താ? തിരുസഭയുടെ 1-ാം പ്രമാണം അങ്ങനെയാണ്. തിരുസഭയുടെ 1-ാമത്തെ കൽപ്പന നിങ്ങൾക്കറിയാം അല്ലേ? മെൽവിനോട് തന്നെയായിട്ട് ഞാൻ ചോദിക്കുന്നില്ല, അറിയാവുന്നവരെല്ലാം കൂടെ പറഞ്ഞു. ഏതാണ് തിരുസഭയുടെ 1-ാമത്തെ കൽപ്പന? ഞായറാഴ്ചകളിലും കടവുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഓക്കെ, ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട ജോലികൾ ചെയ്യരുത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾ സഭയുടെ പ്രമാണമൊക്കെ പഠിച്ച് ജീവിക്കുന്ന കൊച്ചുങ്ങളാണ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് തിരുസഭയുടെ ഒരു കൽപ്പന തന്നെയുണ്ട്. ഈ കൽപ്പന എവിടെ നിന്നാണ് വന്നത്? ദൈവപ്രമാണത്തിൽ നിന്ന് വന്നതാണ്. 3-ാമത്തെ ദൈവപ്രമാണമാണ് കർത്താവിൻ്റെ ദിവസം യെസ്. അതായത് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടു. അതിനൊരു കഥ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ചു. ദൈവം 7-ാം ദിവസം വിശ്രമിച്ചതുകൊണ്ട് നമ്മളും ആ ദിവസം വിശ്രമിക്കും. അങ്ങനെ 7-ാം ദിവസം കർത്താവിൻ്റെ ദിവസം. ഈ സാബത്ത് എന്നുള്ള സങ്കല്പമാണ് യഹൂദർ സൂക്ഷിച്ചിരുന്നത്. അവരെ സംബന്ധിച്ച് 7-ാം ദിവസമായിട്ട് അവർ ശനിയാഴ്ചയാണ് ഉപയോഗിച്ചിരുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ സാബത്ത് അവർക്കും പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവനും അർത്ഥവും ആഴവും നൽകുന്ന സംഭവം നടന്ന ഞായറാഴ്ചയാണ്. ഈശോ മരണത്തെ തോൽപ്പിച്ച് ജീവൻ്റെ തീരത്തേക്ക് തിരികെ വന്ന അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ദിനം ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ അവരുടെ ഏറ്റവും പുണ്യപ്പെട്ട ദിനമായി ഈ ഞായറാഴ്ച ആചരണം ആരംഭിച്ചു. യഹൂദ ക്രൈസ്തവർ ഇത് ആരംഭിച്ചിരുന്ന അവർ സാബത്തിന് സാധാരണ പോലെ തന്നെ സിനഗോഗിലോ ദേവാലയത്തിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കും. യഹൂദരായവർ അത് കഴിഞ്ഞ് അവരുടെ പ്രാർത്ഥനയായി തിരിച്ചു പോകും. അതേസമയം ക്രൈസ്തവരായ യഹൂദർ എന്തു ചെയ്യും? അവിടെ നിൽക്കും. എന്നിട്ട് അവർ ആ രാത്രി ഞായറാഴ്ച ആചരണം കൂടെ പൂർത്തിയാക്കിയ ശേഷമേ വീട്ടിൽ പോകുള്ളായിരുന്നു.
അപ്പോൾ സാപത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഞായറാഴ്ച ആചരണം സഭയിൽ ആരംഭിച്ചത് എന്നുള്ളത് സത്യമാണ്. പിന്നീട് അത് സഭയുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അന്തസത്തയായി അത് മാറി എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെയും ക്രൈസ്തവ ജീവിതത്തിൽ ഈ ഞായറാഴ്ച ആചരണം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു ദിവസം ഈ കുർബാന കാണുക, 1 മണിക്കൂർ അതിനുവേണ്ടി നീക്കി വയ്ക്കുക എന്നുള്ളതല്ല. അന്ന് നിങ്ങൾ വിശ്രമിക്കണം. അതും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിശ്രമം അത് ഈ സാപത്തിൻ്റെ ഒരു ആധ്യാത്മികതയാണ്. നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഓടി നടക്കുകയും പണിയെടുക്കുകയും ചെയ്താൽ മാത്രം പോരാ. മനുഷ്യൻ വെറും ഒരു തൊഴിലാളി മാത്രമല്ല, അവന് അവൻ്റെ സൃഷ്ടാവുമായുള്ള ഹൃദ്യമായ ബന്ധത്തെ അനുഭവിക്കുന്ന ഒരു ദിവസം ആവശ്യമുണ്ട് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ഈ ഞായറാഴ്ച അവധി ദിവസം ആയി നമുക്ക് ലഭിച്ചത്. അപ്പം വന്ന് എന്ത് സംഭവിച്ചു? അന്ന് അവധിയായതുകൊണ്ട് എല്ലാ പരിപാടികളും ഞായറാഴ്ചത്തേക്ക് മാറ്റി. ഞായറാഴ്ച വിശ്രമ ദിനമാണ് എന്നുള്ള ആ ഒരു സങ്കല്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ ഈ ഞായറാഴ്ച ആചരണം സഭയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോഴാണ് നമ്മൾ ആരാധനാ സമൂഹം എന്ന നിലയിൽ നമ്മുടെ കൂട്ടായ്മ വളർത്തുന്നത്. നാം ഒരേ ബലിവേദിക്ക് ചുറ്റും ഒരുമിച്ച് കൂടി ഒരേ സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച്, ഒരേ മേശയിൽ നിന്ന് ഭക്ഷിച്ച്, ഒരേ കാസായിൽ നിന്ന് പാനം ചെയ്ത് നാം ജീവിക്കുന്ന വിശ്വാസി സമൂഹമായി വളരുന്നതിന് ഈ ഞായറാഴ്ച കുർബാനകൾ അത്യന്താപേക്ഷിതമാണ്. ഞായറാഴ്ച കുർബാനയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കാൻ തുടങ്ങിയാൽ സഭാജീവിതം നിങ്ങളിൽ ദുർബലമായി. സഭാജീവിതം ദുർബലമായാൽ ഈശോയുമായുള്ള നിങ്ങളുടെ ബന്ധം നഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. പള്ളിയിലൊക്കെ പോകാതെ അടങ്ങി ഒതുങ്ങി നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടന്നാൽ പോലെ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? കുർബാന ചെയ്ത് ചുമ്മാ 12ാം ക്ലാസ് വരെ കഷ്ടപ്പെട്ട് പോയി വേദപാഠം പഠിച്ചു. അപ്പോൾ ആ വേദപാഠം കഴിഞ്ഞു, ഇനി സമാധാനം, ഇനി പള്ളിയിലൊന്നും പോകണ്ട എന്ന് ചിന്തിക്കുന്ന യുവജനങ്ങളുണ്ട്. പക്ഷേ ഓർക്കുക പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, ഞായറാഴ്ച കുർബാനയിൽ നമ്മൾ അകലും തോറും നമ്മൾ ഈശോയിൽ നിന്ന് അകലുകയാണ്. ഈശോയിൽ നിന്ന് അകന്നാൽ നമ്മൾ സ്വതന്ത്രരാവുകയല്ല, നാം പിശാചിൻ്റെ അടിമകളായിത്തീരും. പിശാച് നമ്മളെ ഞായറാഴ്ച കുർബാനയിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ ഞായറാഴ്ച കുർബാനയിൽ പോയി ഈശോയുമായുള്ള ബന്ധത്തിലാണെങ്കിൽ പിശാചിന് നമ്മുടെ മേൽ ഭരണം നടത്താൻ പറ്റിയത്. അതുകൊണ്ട് നമ്മളെ ഞായറാഴ്ച കുർബാനയിൽ നിന്ന് അകറ്റി കൊണ്ടുപോയാൽ നാം അവൻ്റെ അടിമകളായിത്തീരും. നമ്മളെ മദ്യത്തിന്, മയക്കുമരുന്നിന്, തെറ്റായ ബന്ധങ്ങൾക്ക്, വലിയ ക്രിമിനൽ സ്വഭാവമുള്ള സാമൂഹിക ഇടപെടലുകൾക്ക് ഒക്കെയും നമ്മുടെ യുവജനങ്ങൾ വിധേയരാകുന്നത്, പെട്ടുപോകുന്നത് നിങ്ങൾ കാണുന്നു. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഈ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണ് എന്ന സത്യം നിങ്ങൾ ഓർക്കും. ഈ ആഴ്ച പിതാവ് നമ്മൾ പറഞ്ഞ ഉത്തരങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അനുദിന ജീവിതത്തിൽ നമുക്കെല്ലാം ഉണ്ടാകുന്ന ഒരു സംശയങ്ങളാണ് പലപ്പോഴും നമ്മൾ ഇന്ന് ഇവിടെ യുവജനങ്ങൾ പിതാവിനോട് ചോദിച്ചത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം പിതാവ് കൃത്യമായും വ്യക്തമായും മറുപടി നൽകി. അഭിനയ പിതാവിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ ഇന്ന് ഈ ദിവസം കൃത്യമായി ചോദ്യങ്ങൾ പ്രിപ്പയറായി വന്ന യുവജന സുഹൃത്തുക്കൾക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തയാഴ്ച ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.